ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? വോട്ട് ജോലി എന്ന് പറയുന്നത് 223 സ്ത്രീകളുടെ വോട്ട് ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു. എന്ത് മണ്ടനാണ് രാഹുൽ ഗാന്ധി? ഇത്രയും ഒരു LOP ഇങ്ങനെ ചെയ്യാവോ? എന്തൊക്കെ വിഡിത്തങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാൾ പറഞ്ഞു ഗബ്ബർ സിംഗ് ടാക്സ് ആണ് GST, പറഞ്ഞില്ലേ? ആണോ? 17 ടാക്സ് കൊടുക്കണമായിരുന്നു ഇന്ത്യക്കാരെ. എത്ര ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ? ഓരോ ജില്ലയ്ക്കും ഒരു ടാക്സ് ആയിരുന്നു. എത്ര മനോഹരമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തു. എല്ലാവരും ചോദിച്ചു 140 കോടി ജനങ്ങളുള്ള ഒരു ഇത്രയും കോംപ്ലക്സ് സിറ്റുവേഷനുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നു? ഡിജിറ്റലൈസേഷൻ അവർ എതിർത്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യണമെന്ന് പറഞ്ഞു ഈ വിദ്വാൻ, പറഞ്ഞില്ലേ? EVM ടാമ്പറിംഗ് ആണെന്ന് നാട് മുഴുവൻ പറഞ്ഞു 2019. ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു, നോട്ടീസ് കൊടുത്തു. ഏത് വിദഗ്ധനെ കൊണ്ടുവന്നിട്ടും EVM ടാമ്പർ ചെയ്ത് കാണിച്ചു തന്നാൽ ഞങ്ങൾ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ ലോകത്തിലെ ഏറ്റവും ട്രാൻസ്പെറൻറ്റ് ഇലക്ഷനാണ് ഇന്ത്യയിൽ. രാഹുൽ ഗാന്ധി അതിനെ പതിച്ച സിന്ദൂറിൽ തെളിവ് ചോദിക്കുന്ന ഒരു LOPയെ കണ്ടത് എന്ത് ചെയ്യണം ആൾക്കാർ? ഇന്ത്യ രാജ്യത്തായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യായിരുന്നു? സിന്ദൂറിൽ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളെ വ്യോമത്താവളങ്ങളെല്ലാം അവരിടിച്ചു, ഞങ്ങളെ 150 പേര് മരിച്ചു. അവരഡ്മിറ്റ് ചെയ്തു. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ 9 സൈനിക, ഞങ്ങളുടെ സാധാരണ സ്ഥലത്ത് മാത്രമല്ല, ഡ്രോണും വിമാനവും മാത്രമല്ല, ഞങ്ങളുടെ സൈനിക സെൻറ്ററുകൾ തകർത്തു. ഈ ചങ്ങാതി പറയാണ് അതിന് തെളിവ് വേണം. ഇതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം ഒരു രാജ്യത്ത്, അതാണ് കോൺഗ്രസിൻ്റെ കൾച്ചർ. അവർ ഇന്ത്യയെ തകർക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 150-ാം വാർഷികമാണ് ഇന്നലെ വന്ദേ മാതരത്തിൻ്റെ. വന്ദേ ഭാരതിൽ വരി ആരാണ് വെട്ടിയത്? എന്തിനാണ് വെട്ടിയത്? ഈ പറഞ്ഞ പോലെയാണ് ഇത്. നമ്മുടെ വന്ദേ ഭാരതിൽ ജാഥ നടത്തുന്ന പോലെയാണ് കോൺഗ്രസ്. അപ്പോൾ ഈ കോൺഗ്രസ് കൾച്ചറിനെ ഇല്ലാതാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഹിസ്റ്ററി കോൺഗ്രസ് അല്ല, ഈ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ കോൺഗ്രസ് അല്ല. അതിനപ്പുറത്ത് വലിയ കാര്യങ്ങൾ, തിരുത്തലുകളല്ല, ശരിയായ ചരിത്രം വരണം. അതാണ് പറഞ്ഞത്. അല്ല തിരുത്തൊന്നും വേണ്ട, ശരിയായ ചരിത്രം വരണം. സ്വാതന്ത്ര്യം നേടിത്തന്നത് അച്ഛനും മകനാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും?